എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവില്ല. സാറേ ഇതെന്തായാലും പൈസ ആയിരിക്കും. ഇത് ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. നമുക്കേ വല്ല അനാഥാലയത്തിനും കൊണ്ട് കൊടുത്താലോ? എന്താ കൊണ്ടു ഈ പറയണത്? നീതി ധർമ്മല്ലാത്ത ഈ കാശിനെ കൊണ്ടുവന്ന് അനാഥാലയത്തിലെ പാവങ്ങൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്നാ എനിക്ക് തോന്നുന്നത് നമുക്കിത് അസുഖമൊക്കെ ഒരുപാട് ഇങ്ങനെ മൂർച്ഛിച്ച് കിടക്കുന്ന ആളുകളുണ്ടല്ലോ, ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ, അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുത്താലോ? എന്ത് മഹാഭാവം സാർ. അല്ലെങ്കിലോ അസുഖം, അതിന്റെ കൂട്ടത്തിൽ ഇത്യാദി കായൊക്കെ കൊടുക്കുക. അതൊക്കെ നമ്മൾ നല്ല ഇതോടുകൂടെ സമ്പാദിച്ചൊരു പണമാണ് കൊടുക്കേണ്ടത് ഈ രോഗികൾക്കൊക്കെ. അതും കറക്റ്റ്. ഇതുകൊണ്ടൊക്കെ ഇതാക്കിയാൽ രോഗം മൂർച്ഛിച്ചാലോ? നമ്മളാണെങ്കിൽ പോലും ഇപ്പോ അർഹിക്കാത്ത പൈസ വാങ്ങിക്കില്ലല്ലോ. ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടില്ല. എന്താ അതാണ് എനിക്കൊരു പെട്ടെന്നൊരു പിടുത്തം. ഇയാൾ എന്താണ് ഇങ്ങനെ ചെയ്തതെന്നും മനസ്സിലാവാത്തത്. എന്നാ പിന്നെ വല്ല കുപ്പത്തൊട്ടിയിലും കൊണ്ടിടാ, പാവങ്ങൾ ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കോട്ടെ. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് വന്നാലോ? ഒറ്റക്ക് വേണ്ട, ഞാനും വരാം. എന്താ സാറേ? അല്ലത് ഇങ്ങനെ ഒരു സാധനമായിട്ട് തന്നെ ഒറ്റക്ക് എങ്ങനെ വിടുന്നത്? അത് ഭയങ്കര കുഴപ്പമാണ്, അത് വേണ്ട. ഇത് അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് പിന്നെ ആരും ശ്രദ്ധിക്കാതെ കാറ്റും മഴയൊക്കെ കൊണ്ടുപോയിട്ട് അത് നശിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മോശമാണ്. എന്നാലിപ്പോ ഇതിന് എത്ര രൂപ ഉണ്ടാവും? 1 ലക്ഷം റുപ്യ ഉണ്ടാവും. ഒന്നുണ്ടാവോ? ഒരു 50 എന്തായാലും. 50 അല്ല, ഒരു 75,000 ഒക്കെ എന്തായാലും ഉണ്ടാവും. 1 ലക്ഷം റുപ്യ തികച്ചും ഉണ്ടാവില്ല. അയാൾക്ക് സെന്റിന് 20 ലക്ഷം രൂപ വന്നതാണ് 2 സെന്റിന്. ലാഭം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഇത് വരും. ഈ നാട് നന്നാവാ ഇവരാരും സമ്മതിക്കില്ല. നമ്മൾ എത്ര സത്യസന്ധമായിട്ട് ജോലി ചെയ്യാന്ന് വിചാരിച്ചാലും ഈ ജനങ്ങളെ സമ്മതിക്കണ്ടേ? ഇതിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനൊരു ഐഡിയ പറയാം. അത് സാർ എടുക്കരുത് ഇപ്പോ. ഇല്ല, ഞാൻ ഞാനൊരു ഐഡിയ പറയാം. അപ്പോ അത് നിങ്ങൾ എല്ലാവരും അനുസരിക്കണം. എന്താണ്? അതായത് അതായത് നമുക്ക് ഇത് തുല്യമായിട്ടങ്ങ് വീതിച്ചെടുത്താലോ? അത് വലിയ കുഴപ്പമില്ലാത്തൊരു അഭിപ്രായമാണ്. അത് മതി. അല്ല സാറേ, അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവാത്തത്? അതല്ലേ ശരിയാവൂ. അല്ല സാറേ, അത് എങ്ങനെ ശരിയാവും? പിന്നെ എന്താ അത് അല്ലേ ഒരു നല്ല തീരുമാനം. അല്ല സാറേ, നമ്മള് 4 പേർക്ക് തുല്യമായിട്ട് വീതിക്കാന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെ ശരിയാവും? അതല്ലേ ശരിയാവുന്നത്. സാറേ, എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ടാക്സിയും വിളിച്ചോണ്ട് സ്ഥലം അളക്കാൻ പോയത് ഞാനാ. അങ്ങനെയാണെങ്കിൽ ഈ നടപടിക്രമൊക്കെ നടത്തി തഹസിൽദാരിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഞാനാണ്. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? ഈ റിപ്പോർട്ടും പിന്നെ ഫയലൊക്കെ സ്റ്റഡി ചെയ്ത് മേൽപരിശോധനയ്ക്ക് അയച്ച ഞാനല്ലേ? സാറന്മാരെ, ഇങ്ങനെ നക്കാപ്പിച്ചയുടെ കണക്ക് പറയണമെങ്കിൽ അയാൾ ഇവിടെ വന്നപ്പം വേണ്ട സംശയ നിവാരണം നടത്തിയതും ഈ ഫയൽ നിങ്ങളെ സെക്ഷനിലേക്ക് പറഞ്ഞു വിട്ടതും അയാളെ മാന്യമായിട്ട് സ്വീകരിച്ച ആള് ഞാനാ. എന്റെ കയ്യിലെ പൈസ മുടക്കിയാണ് ഞാൻ പോയത്. എന്താ അതാ ഗാന്ധി ഫോട്ടോ താഴെ വീണതാ. Hey!